നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാത്ത വാർത്തയിലേക്കാണ് 5 നാൾ നീണ്ട അനിശ്ചിതങ്ങൾക്കൊടുവിലാണ് തമിഴ്നാട്ടിൽ ഒരു സർക്കാർ രൂപീകരണം യാഥാർത്ഥ്യമായത്. ജനനായകൻ വിജയുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. രാവിലെ 10 മണിക്ക് നെഹ്റു സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ. 120 MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കി ലോക് ഭവനിലെത്തിയ വിജയ്ക്ക് നിയമന ഉത്തരവ് ഗവർണർ കൈമാറി. വിജയ്ക്കൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. തെരഞ്ഞെടുപ്പ് ഫലം വന്നതു മുതൽ നീണ്ട അനിശ്ചിതത്വത്തിന് അവസാനം കുറിച്ചാണ് തമിഴ്നാട്ടിൽ വിജയുടെ ടി.വിക്ക് ഭരണത്തിലേക്ക് കയറുന്നത്. 3 തവണയും ഭൂരിപക്ഷം തെളിയിക്കുവാനുള്ള കത്ത് കൈമാറാൻ വിജയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. കേവല ഭൂരിപക്ഷം ഉറപ്പിച്ച് 4ാം തവണയാണ് വിജയ് ലോക് ഭവനിലെത്തി ഗവർണറെ കണ്ടത്. വിജയ് 120 MLA-മാരുടെ പിന്തുണ ഉറപ്പിച്ചു. 107 MLA-മാരുള്ള ടി.വിക്ക് കോൺഗ്രസ് 5, CPM 2, CPI 2, മുസ്ലിം ലീഗ് 2, VCK 2 എന്നീ MLA-മാരാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. ഗവർണർക്ക് പിന്തുണ കത്ത് കൈമാറിയതോടെ വിജയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചുകൊണ്ടുള്ള അനുവാദം ലഭിച്ചു. കേവല ഭൂരിപക്ഷത്തിന് 118 MLA-മാരുടെ പിന്തുണയാണ് വേണ്ടത്. 2 മത്സരിച്ച് ജയിച്ച വിജയ് ഒരു മണ്ഡലത്തിൽ നിന്നും രാജിവെക്കും. ഉപാധികളില്ലാത്ത പിന്തുണയാണ് CPM-ഉം CPI-യും പ്രഖ്യാപിച്ചത്. BJP ഗവർണറെ ഇറക്കി ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് ഇടതു പാർട്ടികൾ പിന്തുണക്കത്ത് കൈമാറിയത്. വിജയ് അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിലും മന്ത്രിസഭയിൽ ചേരില്ലെന്ന നിലപാടിലാണ് CPM-ഉം CPI-യും. അതേസമയം VCK മന്ത്രിസഭയുടെ ഭാഗമാകും. ലീഗ് മന്ത്രിസഭയിൽ ചേരുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കോൺഗ്രസ് ചേർന്നാൽ ചേരുമെന്ന നിലപാടിലാണ് ലീഗെന്നാണ് സൂചന. വിജയുടെ പക്ഷത്തേക്ക് മാറുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ VCK ഇടതുപക്ഷ നേതാക്കൾ എന്നിവർ കഴിഞ്ഞ ദിവസം DMK അധ്യക്ഷൻ MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സ്റ്റാലിൻ ഈ 3 പാർട്ടികൾക്കും പച്ചക്കൊടി കാട്ടിയതോടെയാണ് പിന്തുണ വിജയിയെ അറിയിച്ചത്. എന്തായാലും ദ്രാവിഡ പാർട്ടികളുടെ ദശകങ്ങൾ നീണ്ട ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് ടി.വിക്ക് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയതും ചെറുകക്ഷികളുടെ പിന്തുണയോടെ ഭരണത്തിലേറുന്നതും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.